Good morning. Today going to talk about cost of preference capital. Financial management 7th unit ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Cost of preference capital. There is a legal obligation on the firm to pay fixed interest while in case of preference shares. Preference sharesനെ ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് നമ്മൾ മസ്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്തണം. ദർ ഇസ് നോ സച്ച് ലീഗൽ ഒബ്ലിഗേഷൻ. നമുക്ക് നിർബന്ധമില്ല പ്രോഫിറ്റബിൾ ആണെങ്കിൽ മാത്രം, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഡിവിഡൻറ്റ് കൊടുത്താൽ മതി. ഡിവിഡൻറ്റ് എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഡിവിഡൻറ്റ് കൊടുത്താൽ മതി. But it cannot be concluded that preference share does not involve cost. Preference dividend generally paid whenever company earns sufficient profit. അതായത് സഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് കൊടുക്കേണ്ടതുള്ളൂ. പക്ഷേ സഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സെർട്ടൻ പെർസെൻറ്റേജ് ഡിവിഡൻറ്റ് കൊടുത്തിട്ടുണ്ടാകും. അതാണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ. അതായത് പ്രിഫറൻസ് ക്യാപിറ്റൽ ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് കൊടുക്കേണ്ടി വരുന്ന എമൗണ്ടാണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് KP ആണ് ഡിനോട്ട് ചെയ്യുക. DP by NP. DP എന്ന് പറയുന്നത് ആനുവൽ പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡിങ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർ. ഇതുപോലെ തന്നെ ഷെയറിൻ്റെ വാല്യൂവിൽ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മൈനസ് ചെയ്തിട്ടാണ് സാധാരണഗതിയിൽ അത് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് ഓഫ് റിഡീം. അത് നോർമൽ പ്രിഫറൻസ് ഷെയർ ആണ്. നോർമൽ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ കമ്പനി പെർപ്പച്വലാണ്. കമ്പനി അവസാനിപ്പിക്കുമ്പോൾ മാത്രമാണ്, വൈൻഡപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ പ്രിഫറൻസ് ഷെയർ റിട്ടേൺ ചെയ്യുന്നത്. ഇനി കോസ്റ്റ് ഓഫ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഓഫ് റിഡീമബിൾ ഷെയർ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിസ്കൗണ്ട് റേറ്റ് ദാറ്റ് ഈക്വൽ ടു ദ നെറ്റ് പ്രൊസീഡിങ്സ് ഓഫ് സെയിൽ പ്രിഫറൻസ് ഷെയർസ്. അതായത് റിഡീം ചെയ്യുന്ന ഒരു സർട്ടൻ പീരീഡ് കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കുന്ന പ്രിഫറൻസ് ഷെയർസാണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് KP is equal to D plus P minus NP by N divided by P plus NP by 2. നമ്മൾ ഡിബഞ്ചറിൽ ചെയ്ത പോലെ തന്നെയാണ് ഫോർമുല. പക്ഷേ അവിടെ 1 - T ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് 1 - T, അതായത് ഒരു ടാക്സ് കൺസെഷൻ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ടാക്സ് കൺസെഷൻ ഇല്ലാത്തതുകൊണ്ട് D പ്ലസ് P മൈനസ് NP ബൈ N ബൈ P പ്ലസ് NP. ഈ P എന്ന് പറയുന്നത് റിഡീമബിൾ വാല്യൂ ആണ്. അവിടെ എഴുതേണ്ടത് റിഡീമബിൾ വാല്യൂ ആണ്. ആ റിഡീമബിൾ വാല്യൂ വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ്. ഇതിൻ്റെ പ്രോബ്ലംസൊക്കെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ.